ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഡ്രൈവിംഗ് സാറിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഒട്ടും തന്നെ ഫ്രീഡം ഉണ്ടായിരുന്നില്ല. എന്നെ ഒരാളെടുത്തും, അതായത് പെൺകുട്ടികളുടെ കൂടെ പോലും എന്നെ പുറത്തേക്ക് വിടത്തില്ല. എൻ്റെ വീട്ടിലിങ്ങനെ എന്നെ കെട്ടിയിട്ട് വളർത്താറാണ് എൻ്റെ വീട്ടുകാരുടെ പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് 18 വയസ്സായി. അപ്പോൾ തന്നെ എൻ്റെ അച്ഛന് വലിയ വാശിയായിരുന്നു. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയെങ്കിലായിട്ടും ഒറ്റക്കാലിൽ നിൽക്കണം, അതായത് ജോലിയെങ്കിലും ജോലി, നല്ല രീതിയിൽ പഠിക്കണം, ജോലി ചെയ്യണം, പിന്നെ കാറായാലും സ്കൂട്ടി ആയാലും ലൈസൻസ് വേണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞു, 18 വയസ്സായ എനിക്ക്, ഇന്നാണ് 18 വയസ്സാവുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ എൻ്റെ വീട്ടിനടുത്തുള്ള, അതായത് എൻ്റെ നാട്ടിൽ തന്നെ ലൈസൻസ്, അതായത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി എല്ലാം ചോദിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞൊരു രണ്ടാമത്തെ മാസത്തിൽ ഞാൻ ലേണേഴ്സ് എക്സാം എഴുതി പാസ്സായി. പിന്നെ തന്നെ എൻ്റെ അച്ഛന് ഒന്നുമല്ല, എന്താണെന്ന് വെച്ചാൽ ഒറ്റടിക്ക് എനിക്ക് കാറ് തരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടായിരുന്നു. കാരണം അത്രക്കും ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നതായിരുന്നു. കാരണം എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. മാത്രമല്ല എൻ്റെ മൂത്ത ചേച്ചി ചെയ്തത് എന്ന് പറയുന്നത് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരാണിങ്ങളെ മുഖത്ത് നോക്കി എനിക്ക് ചിരിക്കാൻ പോലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ബാക്കി ഞാൻ എന്ത് ഫുഡ് ചോദിച്ചാലും, ഞാൻ എന്ത് ഡ്രസ്സ് ചോദിച്ചാലും ഒക്കെ തന്നെ എനിക്ക് തരും. വീട്ടുകാരുടെ ഒക്കത്ത് ഞാൻ ഇനി എന്ത് കളിച്ചാലും പ്രശ്നമില്ല. അതായത് ഞാൻ എങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലും എൻ്റെ അച്ഛൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും പോയിക്കോ. അതിന് എൻ്റെ വീട്ടുകാർക്ക് ഒരു ഇതുമില്ല. പക്ഷെ അല്ലാണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെയൊക്കെയോ ആരടുത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ അച്ഛൻ തന്നെ എനിക്കൊരു വഴി തന്നു, അതായത് എന്നെ ഡ്രൈവിങ്ങിൽ ചേർത്തു. അപ്പോഴും എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം കാറിൽ എന്ന് പറയുന്നത് ഒരു 4 ആൾക്കാരെങ്കിലും മിനിമം ഉണ്ടാവും. അതായത് ബാക്കിൽ 3 പെണ്ണുങ്ങൾ, ഫ്രണ്ടിൽ ചിലപ്പോൾ ഞാൻ ഓട്ടുന്നെങ്കിൽ ഞാനും, പിന്നെ എൻ്റെ ഡ്രൈവറും. അങ്ങനെ എനിക്ക് വീട്ടിലിങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരിതായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു, എൻ്റെ ഫാമിലി കുറച്ച് റിച്ച് ആയതുകൊണ്ട് തന്നെ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പഠിച്ച് ലൈസൻസ് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അച്ഛൻ അതൊന്നും കേട്ടില്ല. അങ്ങനെ ആ ഒരു 2 മാസം നല്ല രീതിയിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. 3-ാമത്തെ മാസമായിരുന്നു എൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റിൽ എനിക്ക് സ്കൂട്ടി നല്ല രീതിയിൽ പാസ്സായി. പക്ഷെ കാറിന്റെ എച്ച് കിട്ടിയെങ്കിലും എനിക്ക് റോഡ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ചോദിച്ച എന്താ, ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ, കാരണം എനിക്ക് പറ്റണില്ല, എല്ലാവരും കൂടെ പഠിക്കുമ്പോൾ എനിക്കൊരു സമയം കിട്ടുന്നില്ല. അങ്ങനെ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് എൻ്റെ മോളെ ഒറ്റയ്ക്ക് കാറ് പഠിപ്പിക്കണമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാറ് പഠിപ്പിക്കാലോ, പിന്നെന്താ. അങ്ങനെ എത്രയാന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എങ്ങനെയാ കണക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെ 5000 രൂപ, പിന്നെ നിങ്ങൾ ഒരു 1500 രൂപ പെട്രോൾ അടിക്കണം. അപ്പൊ ടോട്ടൽ 6500 രൂപ ചെലവ് ഒരു ദിവസം. അവൾ എത്ര ദിവസം കൊണ്ടാണോ പഠിക്കുന്നത് അങ്ങനെ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇപ്പോ 9 മണിക്ക് തുടങ്ങിയിട്ട് 5 മണിയാകുമ്പോ എത്ര, 14 മണിക്കൂർ. അത് നമുക്ക് ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് ഇതാക്കാം. അപ്പൊ ടോട്ടൽ എത്ര മണിക്കൂർ, 4 വട്ടം 7 മണിക്കൂർ, അങ്ങനെ ഉണ്ടോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്നാ അങ്ങനെ ആക്കാം. അപ്പൊ എന്റെ ഡ്രൈവർ പറഞ്ഞു, പിന്നെന്താ, അങ്ങനെ മതി. അപ്പോ നാളെ മുതൽ അവള് വരുന്നതായിരിക്കും, അപ്പൊ നീ ഒറ്റയ്ക്ക് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ എനിക്ക് തന്നെ ഒരു ചാൻസ് തന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എല്ലാം നിങ്ങൾ പറയുന്ന പോലെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ക്യാഷ് കിട്ടിയാൽ മതി, ഞാൻ ക്യാഷിനാണല്ലോ നിൽക്കുന്നത്, നിങ്ങളെ മോളെ ഞാൻ റോഡ് പാസ്സാക്കിയിരിക്കും എന്ന് പറഞ്ഞു. അച്ഛൻ എന്റെ കാര്യത്തിൽ വലിയ താല്പര്യമായിരുന്നു, ഞാനിങ്ങനെ സക്സസ് ആവുന്നതും കാർ ഓട്ടുന്നതും ഒക്കെ തന്നെ കാണാം. പക്ഷെ എന്റെ അച്ഛൻ എന്നെ ഡ്രൈവിംഗ് പഠിച്ചെങ്കിലും എന്റെ കാറിലെ അപ്പുറം തന്നെ എൻ്റെ അച്ഛനിരിക്കും, എന്നിട്ട് മാത്രമേ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കാർ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തിനെ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ടൈമുള്ള ഒരേ അല്ല, ഒറ്റയ്ക്ക് ഉണ്ടാവുന്ന ടൈം. കാരണം ക്ലാസ് എടുക്കുന്ന ടൈം ഒന്നും തന്നെ സംസാരിക്കില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും, ജസ്റ്റ് ഇങ്ങനെ കണ്ണിലോട്ട് നോക്കും, അത്ര തന്നെ. ഒന്നും ഒരു വഴക്ക് പോലും പറയാത്തൊരു മനുഷ്യനായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാം കൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ചേഞ്ച് പോലെ, അദ്ദേഹം മുഴുവനായിട്ട് മാറിയതുപോലെ. എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഇദ്ദേഹം ഒരു പാവായി എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛനോട് ഞാൻ റെഡിയാണ്, എനിക്ക് അയാളിൽ ഒരു പ്രശ്നവും ഇല്ല, അയാൾ എന്നെ വേണ്ടാത്ത രീതിയിൽ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞത്. അച്ഛന് ആള് നല്ല വിശ്വാസമായിരുന്നു. എനിക്കെന്ന് പറയുന്നത് സംസാരിക്കാതെ കൊണ്ട് തന്നെയാണ് അയാൾ ഇഷ്ടപ്പെട്ടത്. എൻ്റെ വീട്ടുകാരെ എന്നെ ആണുങ്ങളെ മുഖത്ത് തൊട്ട് പോലും നോക്കാത്തത് കൊണ്ട്
എനിക്ക് സംസാരിക്കുന്ന ആളുകളോട് എന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹം എന്നോട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാനും കുറെ സംസാരിച്ചു. പിന്നെ എന്നോട് ചോദിച്ചു, നിന്നെ ആ വീട്ടിൽ ഓവർ അടച്ചിടുന്നല്ലേ? ഞാൻ പറഞ്ഞു, അതെ, എനിക്ക് ഒരു ഫ്രീഡം ഇല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ മാത്രമായിരുന്നു ഒരു ഫ്രീഡം. അങ്ങനെ ഒരു 4 ദിവസത്തെ ക്ലാസ്സിൽ തന്നെ എൻ്റെ എല്ലാ ഇൻസെക്യൂരിറ്റീസ്, അതായത് എനിക്ക് അദ്ദേഹത്തോട് മിണ്ടാൻ വേണ്ടി നല്ലൊരു താല്പര്യവും, അദ്ദേഹം എന്നെ ഒന്ന് മനസ്സിലാക്കി എന്നോട് സംസാരിച്ചു. എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു വേറെ പുരുഷൻ എന്ന് തോന്നുന്നില്ല. നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ സാധാരണ പെൺകുട്ടികൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെ തന്നെ അവരോട് ഞാൻ സംസാരിച്ചു. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഇങ്ങനെയാണ് സംഭവം, എൻ്റെ വീട്ടുകാർ എന്നെ വിടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എനിക്ക് നിന്റെ ആ ഒരു ഇതിലും എനിക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഡ്രൈവിങ് ചെയ്യുമ്പോൾ തന്നെ പിറകിൽ നിന്ന് വിളിച്ചു. എൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് പറയും, അവൾ അവിടെ എത്തിയോ, അവൾ എന്തി എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, എനിക്ക് വേണ്ട പോലെ ഫ്രീഡം ഒന്നും ഇല്ല എന്നുള്ള കാര്യം. അങ്ങനെ ദിവസം ഈ ഫ്രീഡം ഉപയോഗിച്ച് എൻ്റെ കൂട്ടുകാരികളോടൊപ്പം തിയേറ്ററിൽ പോയി. അതിന്റെ പേരിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഇന്ന് വരുന്നില്ല. അങ്ങനെ അച്ഛൻ ഇതുവരെ അദ്ദേഹത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ദിവസം എന്റെ കാലക്കടയിൽ അച്ഛൻ അദ്ദേഹത്തിന് വിളിച്ചു ചോദിച്ചു, അതായത് മോള് വന്നില്ലേ? അപ്പൊ പറഞ്ഞു ഇല്ല. അപ്പൊ അദ്ദേഹം ഇല്ല എന്ന് പറയാണ്ട് വേഗം തന്നെ കോള് കട്ട് ചെയ്തു. കാരണം അദ്ദേഹത്തിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ അവൾ എന്റെ പേര്. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഈ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് എവിടെയോ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിളിച്ചു, നീ എവിടെയാ? അച്ഛന് എന്റെ കൂടെ വരുന്നുണ്ട്, നീ വേഗം തന്നെ വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ, ഞാൻ തിയേറ്ററിലാ, അച്ഛനോട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു, ആ ദാ അവൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അച്ഛനെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ വിളിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം കട്ട് ചെയ്തു. അങ്ങനെ എന്നെ തിയേറ്ററിലോട്ടേക്ക് കൂട്ടാൻ വന്നു. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ കുറച്ച് ലേശം കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, നീ കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, ആ അതെ. എന്താ കുടിച്ചത്? അപ്പോൾ ഞാൻ ഒരു നോർമൽ സാധനമായിരുന്നില്ല കുടിച്ചത്, ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം ആ ഒരു ഇത് പോകത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഇപ്പോൾ നല്ല ഫിറ്റിലാണ്, നിന്റെ അച്ഛൻ എന്തായാലും മനസ്സിലാവും നീ വേറെ എന്തൊക്കെയോ അടിച്ചിട്ടാണ്, അപ്പൊ അത് എൻ്റെ പേരിൽ വരും. ഞാനിപ്പോ നിന്റെ അച്ഛനോട് നീ എൻ്റെ കൂടെ ഉണ്ടെന്നും കൂടെ പറഞ്ഞല്ലേ, അപ്പൊ നീ ഇപ്പൊ വീട്ടിൽ പോയാ ഒന്നെങ്കിൽ ഞാൻ തന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്നോട് വഴക്ക്. അപ്പോൾ 4 മണിക്കൂർ എങ്ങനെയെങ്കിലും നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അല്ലാണ്ട് എങ്ങനെ ശരിയായില്ല. അപ്പൊ അവള് പറഞ്ഞു, ഞാനിപ്പോ 2 മണിക്കൂറായി. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി നീ 2 മണിക്കൂർ എന്തായാലും എൻ്റെ കൂടെ നിൽക്കണം, കാരണം ഇത് പോവണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കാർ ഓട്ടുന്ന ടൈം ഞാൻ ബാക്കിൽ കടന്നിട്ടുണ്ടായിരുന്നു കാറിന്റെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് മയങ്ങിപ്പോയി. പിന്നെ ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ കാർ മുഴുവനും ഒരു ഇരുട്ട് പോലെ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഷർട്ടും കൂടെ എൻ്റെ സൈഡിലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴായിരുന്നു ഞാൻ മനസ്സിലായി എൻ്റെ ശരീരത്തിൽ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പൊ തന്നെ എൻ്റെ കിളി പോയി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാര്യത്തിൽ നീ എന്തെങ്കിലും ഇത് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചെയ്ത എല്ലാ തെറ്റും ഞാൻ നിന്റെ അച്ഛനോട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ചെയ്ത അതേ തെറ്റല്ലല്ലോ ഞാൻ ചെയ്തത്, നിങ്ങൾ ചെയ്ത തെറ്റിന്റെ അത്ര പോലും എന്റെ തെറ്റ് എത്തില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ പെൺകുട്ടിയുടെ കൂടെ പോയതാണെന്ന് ഞാൻ പറയത്തില്ല, നീ ഒരു ആണിന്റെ കൂടെയാണ് പോയത് എന്ന് ഞാൻ പറഞ്ഞെങ്കിലോ. മാത്രമല്ല നീ എനിക്ക് വിളിച്ചതും അച്ഛനോട് ഞാൻ അവിടെ ഉണ്ട്, ഞാൻ ഫിലിം തിയേറ്ററിലാണ് ഉള്ളത് എന്ന് എന്നോട് പറയാൻ പറഞ്ഞതും കൂടെ ഞാൻ പറയും, നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ എനിക്ക് ഇതിനിയും വേണം. ചോദിച്ചു, എന്ത്? നീ മിണ്ടാതെ കണ്ണടച്ച് അവിടെ കടന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ മുതൽ നിനക്ക് വേണ്ട പോലെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാം. അങ്ങനെ ഞാൻ മനസ്സോടെ അദ്ദേഹത്തോട്, ഇത് വേണം, ഇല്ലെങ്കിൽ നിന്റെ അച്ഛന് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ണടച്ച് അവിടെ മിണ്ടാതിരുന്നു. അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതൊക്കെ അദ്ദേഹം ചെയ്തിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ ശല്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അതിൽ സ്കാൻ ഇട്ടാൽ അതിൽ ഞാൻ 500 രൂപ പേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ നേരെ അതിൽ കാണാം. ബൈ ബൈ.